ഹായ് ഡിയേഴ്സ്. അപ്പോൾ നമ്മളിങ്ങനെ യാത്ര പോവുകയാണ്. എങ്ങോട്ടാണ് യാത്ര എന്നല്ലേ, രാവിലെ തന്നെ വണ്ടിയൊക്കെ കയറ്റി വണ്ടി എടുത്തുന്ന ആ ഒരു യാത്രയൊക്കെ ഉണ്ടല്ലോ, ഒരു ലീവുള്ള ദിവസം, അതൊരു അടിപൊളിയാട്ടോ. നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ഒരു സിപ്പപ്പ വാങ്ങി കഴിച്ചു. അപ്പോൾ നമ്മൾ വിചാരിച്ച സ്ഥലം എത്തിയിട്ടില്ലെങ്കിലും ഏകദേശം വഴിയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ സ്ഥലം കണ്ടുടൻ തന്നെ വണ്ടിയൊക്കെ അവിടെ നിർത്തി കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പോയത്. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നില്ല, നമ്മുടെ സ്വന്തം മുറിഞ്ഞിമാടാണ് കേട്ടോ. അതായത് ഇത് വരുന്നത് നമ്മുടെ എണ്ണപ്പാറ അരീക്കോട് റോഡിൻ്റെ നടുവിലായിട്ടാണ്, അതായത് മലപ്പുറം ജില്ലയിൽ. അപ്പോൾ ഒരു അടിപൊളി പ്ലേസാണ് കേട്ടോ. അവിടെ പോയതിൻ്റെ ശേഷമാണ് നമ്മളവിടെ എത്രത്തോളം ഉണ്ട് നമ്മളിങ്ങനെ യൂട്യൂബിൽ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടാണ് അങ്ങോട്ട് പോയത്. അപ്പോൾ ഞാനിവിടുന്ന് കുറച്ച് ഫോട്ടോസ് അതുപോലെ തന്നെ റീൽസൊക്കെ എടുത്തതിന് ശേഷം വീണ്ടും വണ്ടി എടുത്തിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് പോയി. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് കുറച്ച് ലോങ് ഉണ്ട് അങ്ങോട്ട്, ഒരുപാട് ലോങ് ഉണ്ടെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അത്യാവശ്യം ഓടാനുണ്ട്, കുറച്ച് ഉള്ളോട്ടായിട്ട് പോകണം. ഇവിടുന്ന് ആ സ്ഥലം കാണുന്നുണ്ടെങ്കിൽ പോലും ഈ ഭാഗത്ത് മാത്രമേ ഇറങ്ങാൻ പറ്റുള്ളൂ. നമ്മൾ അപ്പുറത്തെ ഭാഗത്ത് പോയാൽ അവിടെ ഒരുപാട് തോണി അതുപോലെ തന്നെ ബോട്ട്, ഒരുപാട് ഷോപ്പ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ അങ്ങോട്ട് പോകാം. ഇവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈവനിങ് അടിപൊളിയാണ്. നമുക്ക് പകൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നിലക്കോടെ നിൽക്കാൻ പറ്റില്ല, അത്രക്കും നല്ല വെയിലാണ്. മരങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഇരിക്കാനോ അല്ലെങ്കിൽ ഉള്ള സ്പേസ് ഒന്നുമില്ല. ഈവനിങ് ഒരു 5 മണിൻ്റെ ശേഷമാണ് അവിടെ അടിപൊളി. അതുപോലെ തന്നെ ബൈക്ക് അങ്ങോട്ട് പോകും കേട്ടോ. കാറൊക്കെ ആണെങ്കിൽ അവിടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്, അവിടെ നിർത്തിയതിന് ശേഷം മാത്രമേ ഇങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ സ്കൂട്ടീനെ എടുത്തതുകൊണ്ട് ഇത് എന്ത് ചെയ്തു, ഇങ്ങോട്ട് കൊണ്ടുവന്നു. നമ്മൾ ഫാമിലി ആയിട്ടായിരുന്നു പോയിരുന്നത്. അങ്ങനെ നമ്മൾ കേട്ടു എന്ത്, നമ്മളിവിടെ ബോട്ട് കയറാൻ വേണ്ടി നോക്കിയപ്പോൾ തോണി ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ തോണിയിലൊന്ന് കയറാമെന്ന് വിചാരിച്ചു. അതപ്പം ആ അറ്റത്തായിട്ടാണ് വരുന്നത്, നമ്മൾ ഈ വന്ന സ്പേസിലുള്ള അപ്പുറത്താണ്. അപ്പോൾ അവിടെ തോണിക്ക് വളരെ കുറഞ്ഞ എമൗണ്ടേ വരുന്നുള്ളൂ. അതായത് 100 രൂപ ഒരു ഫാമിലി മൊത്തത്തിൽ കയറുകയാണെങ്കിൽ ആകെ 100 രൂപ കൊടുത്താൽ മതി. അതിൽ എത്ര ആളുകളുണ്ടോ അതൊന്നും പ്രശ്നമില്ല, ആകെ 100 രൂപ മതി. അപ്പോൾ എന്താ പറയുക, തോണിൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. നമ്മൾ ആ ഒരു സ്പേസ് മാത്രം കവർ ചെയ്യണേ 100, അറ്റത്തേക്ക് പോവുകയാണെങ്കിൽ 200, അങ്ങനെ എമൗണ്ട് ഉണ്ട്. പക്ഷേ ഇത് അത്യാവശ്യം സ്പേസിൽ തന്നെ പോകുന്നുണ്ട്. പിന്നെ നല്ല ടെൻഷനും പേടിയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അതന്നെ മതി എന്ന് വിചാരിച്ചു. ഞാൻ ജസ്റ്റ് ചെറിയൊരു പാർട്ട് എടുത്തിട്ടുണ്ട്, പക്ഷേ എൻ്റെ ഫേസിൽ മൊത്തം പേടിയാണ്. കാരണം ഫോൺ കയ്യിൽ നിന്ന് വീയോ അല്ലെങ്കിൽ തോണി പറയാം, നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ല. അപ്പോൾ അതിൻ്റേതായൊരു ടെൻഷൻ ഉണ്ടല്ലോ, ആ ടെൻഷനിലായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ആ ഭാഗം ഒന്ന് കാണാം കേട്ടോ. വീഡിയോസ് ഞാൻ എടുത്തതൊക്കെ കൊളായിട്ടുണ്ട്, എനിക്കറിയാം. കാരണം ഫോൺ അങ്ങനെ പിടിക്കണമെന്നോ അവിടെ ഇരിക്കുന്ന സമയത്തുള്ള ആ ടെൻഷനുകൊണ്ട് ഒന്നും തന്നെ ഓർമ്മയില്ല, ആ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ ആ ഒരു തോണിൻ്റെ ആൾ അടിപൊളിയായിരുന്നു കേട്ടോ, ഭയങ്കര സപ്പോർട്ട്, അതുപോലെ തന്നെ ഭയങ്കര സംസാരം, എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടോ. അങ്ങനെ എൻ്റെ അടുത്തിരിക്കുന്ന ആൾക്കും നല്ല പേടിയുണ്ട്, നല്ല ടെൻഷനുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ പേടിക്കുന്ന സമയത്ത് അധികം എനിക്കുണ്ടായിരുന്നു, നല്ല പേടിയുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ എത്തിയത് ഏകദേശം ഒരു 3 മണിയായിരുന്നു. നല്ല വെയിലായതുകൊണ്ട് തന്നെ ആ സമയത്ത് നമ്മൾ തോണിയിൽ കയറി. പിന്നെ തോണിക്ക് എത്ര ടൈം എന്നുണ്ട് കേട്ടോ. നല്ല ഈവനിങ് പോയാൽ അവരവിടെ സ്റ്റോപ്പ് ചെയ്യും, അവിടെ ഇത് അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഇത്ര ടൈം വരെ അലൗഡ് ഉള്ളൂ. അപ്പോൾ ആ സമയം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ച കുറച്ചൊന്ന് കാണാം. എനിക്ക് തോന്നിയത് ഏറ്റവും നല്ലത് നമ്മളിങ്ങോട്ട് വരുന്ന സമയത്ത് വണ്ടി കൊണ്ടുവരുന്നതാവും ബെറ്റർ. കാരണം വണ്ടി കിട്ടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ഏരിയ ആണ് തോന്നി, ഞാൻ പോയതിൻ്റെ എക്സ്പീരിയൻസിലുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് അറിയില്ല, എൻ്റെ എക്സ്പീരിയൻസ് മാത്രം ഞാൻ പറയുന്നത്. അപ്പോൾ പെരുന്നാൾ സമയത്തൊക്കെ ഈവനിങ് ഭയങ്കര തിരക്കായിരുന്നു, ആ ഒരു ടൈമിലാണ് നമ്മളിങ്ങോട്ട് പോയത്. പക്ഷേ അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ എന്താ പറയുക, ഫോട്ടോഷൂട്ട്, അങ്ങനെ ഒരുപാട് ബ്രൈഡൽ ഇതൊക്കെ നടക്കുന്നൊരു ഏരിയ. നമ്മൾ പോയപ്പോൾ തന്നെ 3-4 പാർട്ടിയും കണ്ട് വന്നിട്ടുണ്ട്. അതുപോലെ ബേർഡ് ഫംഗ്ഷനൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ചെറിയൊരു ഷോപ്പുണ്ട്, അവിടെ നമ്മൾ ചായ കുടിച്ചു. നല്ല അടിപൊളി വൈബാണ് കേട്ടോ, ചായ കുടിക്കാൻ പറ്റിയ അടിപൊളി, എന്താ പറയുക, മനസ്സിനൊരു കൂളിങ് നൽകുന്ന ഒരു ഏരിയ ഉണ്ടാവുമല്ലോ, അതുപോലെ. ഞാനിവിടുത്തെ ഈവനിങ്ങത്തെ വൈബ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അതുപോലെ തന്നെ ഈവനിങ് ഇവിടെ കൂടുതൽ ടൈം ഉണ്ടാവില്ല കേട്ടോ. ഏകദേശം ഒരു 7 മണിയൊക്കെ ആവുന്ന സമയത്ത് തന്നെ ഇവിടെ നിന്ന് എല്ലാവരും പുറത്ത് പോകണം, അവിടെ ക്ലോസ് ആക്കും. കാരണം സേഫ് അല്ലല്ലോ, പിന്നെ അലൗഡ് അല്ല തോന്നുന്നുണ്ട് ആ ടൈമിൽ. അപ്പോൾ അതുവരെ ആ ഒരു നൈറ്റ് ആവുന്ന സമയം വരെ അടിപൊളിയാണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.